ഫ്രണ്ട്സ്, നമ്മൾ മുമ്പേ കൊണ്ടുവന്ന പ്രഷർ പമ്പ് നമ്മളെ വർക്ക്ഷോപ്പിൽ എത്തി. അപ്പോൾ ഇത് കേസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് അലുമിനിയം കേസാണ്. സാധാരണ നമ്മളെ ഫീൽഡ് ഇതിനുള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വരിക, കാസ്റ്റിൻ കേസിൻ്റെ മേലെ. ഇത് അലുമിനിയം കേസാണ്. അപ്പോൾ ഹീറ്റാക്കി ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി ചൂടാക്കിയിട്ട് ഫീൽഡ് എടുക്കേണ്ടി വന്ന്. അപ്പോൾ ഈ അലുമിനിയം കേസ് ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതുമായി മാഗ്നറ്റിക് ഫീൽഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്യൂല. അപ്പോൾ ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ് ഈ അലുമിനിയിൽ. ഇരുമ്പ് ആകുമ്പോൾ, കാസ്റ്റിൻ ബോഡി ആകുമ്പോൾ ശരിക്കും അതിൻ്റെ മേലൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഫീൽഡ്. ഇത് ശരിക്ക് മോട്ടറിൻ്റെ, സാധാരണ നമ്മളെ മോട്ടറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത് മോട്ടറിനോട് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ ഇത് ഉണ്ടാവല്ലേ. ഇതിലേക്ക് നമ്മൾ വൈൻഡിങ് ചെയ്തിട്ട് വൈൻഡിങ്ങിൻ്റെ കമ്പിയാണ് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കോർത്തെടുക്കൽ. പക്ഷേ ഇത് ചൂടാക്കിയിട്ട് നമുക്ക് ആ കേസ്, ശരിക്കത് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കേസാട്ടോ. ഇതിൻ്റെ കോറ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു കോറാണ്. എസ്പ മെയ്ഡ് ഇൻ സ്പെയിനാണ് സാധനം. അപ്പം പരമാവധി ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളും കൂടി ഹെൽപ്പ് ചെയ്ത് ഇത് പിന്നെ ബെയറിംഗ് ആണ്. അപ്പോൾ ബെയറിങ്ങൊക്കെ എടുത്ത് അടിച്ച്, ഇത് ഇവിടെയുള്ളൊരു പഴയ ഇതുപോലെ ഒരു ഒഴിവാക്കിയിട്ട സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡെഡായി പോകുമെന്ന് വിചാരിച്ചൊരു സാധനമാണ്. അത് നമുക്ക് വളരെ ക്ലിയറാക്കി വൈൻഡിങ് ചെയ്ത് തന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിവിടെ റീഫിറ്റ് ചെയ്യണം. അപ്പം മുമ്പ് നമ്മളൊരു ഫിറ്റ് ചെയ്തൊരു പമ്പ് ഉണ്ടായിരുന്നു സ്റ്റാൻഡ് ബൈ ആയിട്ട്, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്കിത് നന്നായി കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇതിവിടെ വെക്കണം. അപ്പോൾ കത്തിച്ച് കളഞ്ഞ ആ ഭാഗത്തൊക്കെ, ചൂടാക്കിയ ഭാഗത്തൊക്കെ ആ കരിഞ്ഞ പാടന്നെ ഉണ്ട്. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാനൊന്നും നിൽക്കുന്നില്ല, നമ്മൾ നേരെ മാറ്റുക. പിന്നെ നമ്മൾ ഈ പ്രഷർ ടാങ്ക് നിലവിലുള്ള ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ യൂണിയൻ ക്രോസ് കയറുകയാണ്. ഒരു കളി കളിച്ചിട്ടും നമുക്ക് റെഡി ആവുന്നില്ല. അപ്പോൾ യൂണിയനും MTയും റീപ്ലേസ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഇതിന്മേൽ കളിച്ച് ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി വെറുതെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. കൈവശം സാധനം ഉണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി PPR മെഷീൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഹീറ്റാക്കുക, നേരെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനെക്കൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ഹീറ്റാക്കുക, ആ 10 സെക്കൻഡ് ഒട്ടി മെൽറ്റായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ട്രയൽ അടിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ PPRലുള്ളൊരു ഗുണം കണ്ടിട്ടുള്ളത്. അൺബ്രേക്കബിളുമാണ്. വിശ്വസിച്ച് പണിയെടുക്കുക, ധൈര്യമായിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങുക. ഇതിൻ്റെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് ക്ലയൻറ്റ് വിളിച്ചിട്ട് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഹീറ്റാക്കാൻ വേണ്ടി ഹീറ്ററൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഡ്യുവൽ കോയിലാണ്. ഒരു 260 പക്ഷേ നമ്മളൊരു 280 വെച്ച് പെട്ടെന്ന് ഒന്ന് ഹീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ പമ്പ് 64 ലിറ്ററിൻ്റെ ഒരു പമ്പാണ്. പിന്നെ കേബിളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ ഹീറ്റർ ചൂടാകുമ്പോൾ അതിൻ്റെ കേബിളൊക്കെ ഇതിൽ കൂടെ അതിൻ്റെ ഡൈയിലൊക്കെ തട്ടിപ്പോയി കഴിഞ്ഞാൽ മുറിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ ഇനി MT വെച്ചിട്ടുണ്ട്. നേരെ ഹീറ്റാക്കാൻ വേണ്ടി അത്യാവശ്യം ചൂടായിട്ടുണ്ട്. പെട്ടെന്ന് സൈഡ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ ഇനി മെയിലും യൂണിയനും കൂടി കൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പീസ് പൈപ്പാണ് വെക്കുന്നത് കേട്ടോ. ഇവിടെ ആ യൂണിയൻ ഫിറ്റാക്കാൻ വേണ്ടി ഒരു ചെറിയ പീസ് പൈപ്പ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ MTയിലൊക്കെ ഒന്ന് കയറാൻ പണിയാണ്. പൈപ്പ് പെട്ടെന്ന് കയറും. ഫിറ്റിങ്സ് വാൾ തിക്നെസ്സൊക്കെ കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ഫിറ്റിങ്സ് കുറച്ച് പണിയാണ്. അപ്പോൾ ലേശം നേരം ഒന്ന് പിടിച്ചിക്കണം. അപ്പോൾ പൈപ്പ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ഹീറ്റാവും പൈപ്പ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വിഷ്വൽ കാണിക്കാൻ പറ്റില്ല, എന്താ വെച്ചാൽ ക്യാമറാമാനും എല്ലാം നമ്മളായതുകൊണ്ട് ഓൾറൗണ്ട് നമുക്ക് കാണിക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ റേഞ്ചും ഡിഫറൻഷ്യലും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. നേരത്തെ റീസെറ്റാണ്. അപ്പോൾ വെള്ളം കയറ്റുക, എയർ എടുത്ത് കളയുക, നേരെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവുക. അതിന് വേണ്ടി പ്രഷർ സ്വിച്ച് ഒന്ന് അയച്ച് ഒന്ന് സെറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ടാങ്കിലാണ്, പ്രഷർ ടാങ്കിലേക്ക്. ഇതിൻ്റെ 4 പ്രഷർ ടാങ്ക് 64 ലിറ്റർ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും, ഞാനിടയ്ക്ക് എനിക്കൊരു സംശയമുണ്ട്, ഇതിലേക്ക് എയറാണ് ഫില്ലാകുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് ആദ്യം ഉണ്ടായിരുന്നു. ഞാൻ ഡൗട്ടല്ല, നമ്മൾ ആദ്യം അങ്ങനെയാണ് ഇത് വിചാരിച്ചിരുന്നത്. ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ടാങ്കിലേക്ക് ഫില്ലാകുന്നത് എയറാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലായിരുന്നു. പക്ഷേ ആ തെറ്റിദ്ധാരണ തികച്ചും തെറ്റിദ്ധാരണ തന്നെയാണ്. അത് എയറല്ല ഇതിലേക്ക് ഫില്ലാവുന്നത്. നമ്മളെ ടാങ്കിൻ്റെ പ്രഷർ ടാങ്കിലേക്ക് ഫില്ലാകുന്നത് വെള്ളമാണ്. അപ്പോൾ ആ വെള്ളം ഫില്ലാകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാഡർ ഉണ്ട്.
ഈ ബ്ലാഡർ ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഒരു എയർ ഫില്ലിംഗ് ഉണ്ട്, ഒരു 4 ബാർ. അപ്പോൾ ആ എയർ ഫില്ലിംഗ് കൊണ്ടാണ് ആ ബ്ലാഡർ കംപ്ലീറ്റ് വീർത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരോ തവണ പ്രഷർ ഓൺ ആക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചെന്നിട്ട് ആ ബ്ലാഡറിനെ നേരെ പൊക്കി നല്ല ഹെവി പ്രഷറിൽ ബ്ലാഡറിനെ പൊക്കി നിർത്തുകയാണ്. ഈ പൊക്കി നിർത്തുന്ന വെള്ളമാണ് നമ്മൾ ഈ മോട്ടോർ ബാറായി നിൽക്കുന്ന സമയത്ത് നമുക്ക് മോട്ടോർ വർക്ക് ചെയ്യാത്ത സമയത്ത് നമുക്ക് റിലീസിങ് ആയിട്ട് വരുന്നത് ഇതിലേക്ക് സ്റ്റോറേജ് ആകുന്ന വെള്ളമാണ്. ഇതിലേക്ക് ഒരിക്കലും എയർ അല്ല സ്റ്റോറേജ് ആകുന്നത്, വെള്ളമാണ്. അപ്പോൾ മുമ്പ് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് ഞാൻ ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ കൂടുതൽ നിങ്ങളോടും കൂടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഈ പ്രഷർ പമ്പിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൽ എയർ അല്ല ഫില്ലാകുന്നത്, വെള്ളമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 2 ബാർ പ്രഷറിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 ബാർ പ്രഷർ റീച്ചായപ്പോൾ ഇത് ഓഫായിട്ടുണ്ട്. ഓക്കെ.